ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. എബിഡി സാറാണ്. നമ്മളിത് വന്നിട്ടുള്ളത് ആൾട്ടർനേറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് പവർ എന്നുള്ള ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. അപ്പോൾ എല്ലാ മക്കളും ത്രൂ ഔട്ട് ഇന്ത്യ ക്ലാസ് കാണാം. വിത്തിൻ 10 മിനിറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഏഷ്യൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ആസിയാൻ എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ഒരു ആൾട്ടർനേറ്റീവ് സെൻറ്റേഴ്സ് ഓഫ് പവർ എന്നുള്ള ചാപ്റ്ററിൽ ഇതുപോലെയുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. യൂറോപ്യൻ യൂണിയനെ കുറിച്ചും അതുപോലെ തന്നെ ആസിയാനെ കുറിച്ചും അതുകൂടാതെ ചൈനീസ് പവറിനെ കുറിച്ചൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. അതിൽ തന്നെ ആസിയാനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും ത്രൂ ഔട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് പോവാണ്. ഇവിടെ നമ്മൾ ഏതൊക്കെ നേഷൻസ് ആണ് ഈ പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് മ്യാൻമർ, അതുപോലെ തന്നെ തായ്ലാൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ, ഇന്തോനേഷ്യ, ഫിലിപ്പൈൻസ് led to the southeast of Asia. They were the victims of repeated colonialism. എന്തുകൊണ്ടാണ് ഇവർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒന്നിക്കാൻ തീരുമാനിച്ചത്? ഈ പറയുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ഞങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കണമെന്ന് തീരുമാനിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ് ഈ പറയുന്ന എല്ലാ നേഷൻസും കണ്ടിന്യൂസ് ആയിട്ട് യൂറോപ്യൻ പവേഴ്സിൻ്റെ അണ്ടറിൽ വലിയ രീതിയിൽ തന്നെ എന്ത് ഫേസ് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കൊളോണിയൽ റൂളൊക്കെ സഫർ ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോൾ അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഇല്ലാതിരിക്കാനും ഈ പറയുന്ന 2 പവർ ബ്ലോക്സിൻ്റെ ഭാഗമാവാതിരിക്കാനും അറ്റ് ദ സെയിം ടൈം നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ നോൺ അലൈൻഡ് മൂവ്മെൻറ്റിലേക്കും അവർക്ക് ജോയിൻ ചെയ്യാൻ അവർ വില്ലിങ് ആയിരുന്നില്ല. അതിനും കുറേയധികം ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനും കുറേയധികം റീസൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിയാണ് അവരൊരു പുതിയൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഓക്കെ, മോറോവർ ദേ വെയർ കോൺഫ്രണ്ടഡ് വിത്ത് പ്രോബ്ലംസ് ഓഫ് പോവർട്ടി ആൻഡ് ഇക്കണോമിക് ബാക്ക്വേർഡ്നെസ്. ഈ പറയുന്ന നേഷൻസ് പോവർട്ടിയും ഇക്കണോമിക് ബാക്ക്വേർഡ്നെസ് ഒക്കെ ഫേസ് ചെയ്തുകൊണ്ടായിരുന്നു എന്ത് ചെയ്തിരുന്നു, മുമ്പോട്ട് പോയിരുന്നു നമുക്ക് കാണാൻ പറ്റും. ദെൻ എബവ് ഓൾ ദർ വാസ് എൻ ഇമ്മൻസ് പ്രഷർ ഫ്രം ദ പവർ ബ്ലോക്സ് ടു ജോയിൻ ഏതർ ഓഫ് ദം. അപ്പോൾ ഈ സമയത്ത് ഈ പറയുന്ന പവർ ബ്ലോക്സ്, അതായത് യുഎസും അതുപോലെ തന്നെ USSRും അല്ലേ, ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ബ്ലോക്കും ഞങ്ങളുടെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗമാകുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ദ നാം വാസ് ഫെയിലിയർ ഇൻ എസ്റ്റാബ്ലിഷിംഗ് കോപ്പറേഷൻ അമംഗ് ദ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്. നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചേരിചേരാ പ്രസ്ഥാനത്തിനും ഇവരെ കൂടെ നിർത്താൻ എന്ത് ചെയ്തില്ല, സാധിച്ചില്ല. അല്ലെങ്കിൽ ഇവരുമായിട്ടൊരു അലയ ഉണ്ടാക്കാൻ ആർക്കും പറ്റിയില്ല, നമ്മുടെ നാമിലെ നേതാക്കന്മാർക്കും പറ്റിയില്ല എന്നുള്ള റിയാലിറ്റി കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. ദിസ് അൺഫേവറബിൾ circumstances forced the Southeast Asian countries to form a ASEAN in 1967. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ വേണമെന്ന് തീരുമാനിച്ചുകൊണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് എന്ത് ഫോം ചെയ്യുന്നത്, ആസിയാൻ ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആസിയാൻ്റെ ഫോർമേഷൻ, അതിൻ്റെ റീസൺ, അതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ദ 5 countries ഓഫ് ദ റീജിയൻ ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻ, സിംഗപ്പൂർ ആൻഡ് തായ്ലാൻഡ് സൈൻഡ് എ ബാങ്കോക്ക് ഡിക്ലറേഷൻ ഓഫ് 8 ഓഗസ്റ്റ് 1967. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ സമയത്ത് ഈ ആസിയാൻ ഫോർമേഷൻ്റെ സമയത്ത് 5 മേജർ കൺട്രീസാണ് നമ്മൾ ഈ പറയുന്ന ഇന്തോനേഷ്യ ഉണ്ട്, മലേഷ്യ ഉണ്ട്, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലാൻഡ്. ഇവരാണ് ബാങ്കോക്ക് ഡിക്ലറേഷനിൽ സൈൻ ചെയ്തുകൊണ്ട് 1967 ഈ പറയുന്ന ആസിയാൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ഫോർമേഷൻ ബിഹൈൻഡുള്ള ആളുകൾ നമുക്ക്, അല്ലെങ്കിൽ കൺട്രീസ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ there are 10 members or countries in the ആസിയാനിൽ നമ്മൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 10 മെമ്പർ കൺട്രീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ദെൻ എന്താണ് ഈ ഒരു ആസിയാൻ്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫോർമേഷനുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ടു എൻഹാൻസ് ഇക്കണോമിക് ഗ്രോത്ത്, സോഷ്യൽ പ്രോഗ്രസ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്. ഈ പറഞ്ഞ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിൻ്റെ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ പ്രോഗ്രസ്സിന് വേണ്ടിയാണ് ഈ പറയുന്ന ആസിയാൻ ഫോം ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. Then to promote regional peace and stability based on rule of law and the principle of UN Charter. അതുകൂടാതെ ഈ പറയുന്ന റീജിയണൽ പീസ് അവിടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പരസ്പരം സഹകരിക്കുക, മാക്സിമം എന്ത് ചെയ്യുക, ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ഈ പറയുന്ന ഒബ്വിയസ്ലി നെയ്ബറിങ് കൺട്രീസ് ആകുമ്പോൾ ഇതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്, കോൺഫ്ലിക്റ്റിനുള്ള, വാറിനുള്ള ഒക്കെ പോസിബിലിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ മാക്സിമം റിഡ്യൂസ് ചെയ്യാൻ എന്നുള്ള ലക്ഷ്യം കൂടി ഇവർക്ക് ഉണ്ടായിരുന്നു. ദെൻ ഒരു കോമൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ഈ പറയുന്ന ആസിയൻ സ്റ്റേറ്റ്സിലെ മെമ്പേഴ്സിൻ്റെ ഒരു കോമൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിലൂടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്യുക, അറ്റൈൻ ചെയ്യുക. ഇതൊക്കെയായിരുന്നു മേജറായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ ഈ ഒരു ചാപ്റ്ററിലെ ഈ ഒരു ടോപ്പിക്കിലെ മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് 3 pillars ഓഫ് ആസിയാൻ കമ്മ്യൂണിറ്റി. ആസിയാൻ കമ്മ്യൂണിറ്റിയുടെ 3 pillars നമ്മൾ നോക്കുകയാണെങ്കിൽ ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റിയാണ് അതിൽ ഫസ്റ്റ് വരുന്നത്.
The boundary disputes of the member states should not turn into armed confrontation. അതായത് ഈ പറയുന്ന ആസിയാനിലുള്ള മെമ്പർ നേഷൻസ് അല്ലെങ്കിൽ പറഞ്ഞ 10 മെമ്പർ കൺട്രീസിനിടയിൽ ഒബ്വിയസ്ലി നെയ്ബറിങ് അല്ലെങ്കിൽ പറഞ്ഞ ബൗണ്ടറി ഇഷ്യൂസ് ഒക്കെ എന്തായാലും ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് അല്ലേ. അത് എന്തിലേക്ക് പോകരുത്, ഒരു യുദ്ധത്തിലേക്കൊന്നും പോകരുത്. അതിനുമുമ്പ് തന്നെ പരസ്പരം പറഞ്ഞ് അവരെന്ത് ചെയ്യണം, ട്രീറ്റിയിലൂടെ എന്ത് ചെയ്യണം, അത് സമാധാനത്തിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകണം. പിന്നെയോ it had several agreements to uphold peace, neutrality, cooperation, non-interference, respect for national differences and sovereign rights. അപ്പോൾ അതിനുവേണ്ടി കുറേയധികം ട്രീറ്റി ഉണ്ട്. അതായത് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുക, പരസ്പരം സഹകരിക്കുക, അതുപോലെ തന്നെ പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, ഈ അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരത്തെ അംഗീകരിക്കുക, ഇങ്ങനെ കുറേയധികം ട്രീറ്റിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ സൈൻ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ആസിയാൻ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ആസിയാൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോമൺ മാർക്കറ്റ് അല്ലെ, ഈ പറയുന്ന മെമ്പർ സ്റ്റേറ്റ്സിനിടയിൽ അവർക്കൊരു കോമൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ കോമൺ മാർക്കറ്റ്സ് ആൻഡ് പ്രൊഡക്ഷൻ സെന്റർ വിത്ത് ദ ആസിയൻ മെമ്പർ സ്റ്റേറ്റ്സ് ടു എയ്ഡ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ദ റീജിയൻ. അപ്പോൾ അവരുടെ ഇപ്പോൾ ഒരു രാജ്യത്ത് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് മറ്റു രാജ്യത്തേക്ക് എത്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷ്യത്തോടു കൂടി മെമ്പർ നേഷൻസ് പരസ്പരം എന്ത് ചെയ്യുക, മ്യൂച്വലി എന്ത് ചെയ്യുക, ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. അതിനുവേണ്ടി ഒരു കോമൺ മാർക്കറ്റ് കൂടി ക്രിയേറ്റ് ചെയ്തു. അതിലൂടെ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ എയിം. അതുകൂടാതെ ലാസ്റ്റ് വൺ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി. ടു വർക്ക് ഫോർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഇൻ ദ റീജിയൻ. ആ റീജിയനിലുള്ള സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്, സോഷ്യോ കൾച്ചറൽ കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ആസിയാൻ്റെ ഫോർമേഷൻ, അതുണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുകൂടാതെ ഏതൊക്കെയാണ് ആസിയാനിലുള്ള മെമ്പർ സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ മെമ്പർ നേഷൻസ് എന്നുള്ളതും, അതുകൂടാതെ ഏതൊക്കെ എന്താ പറയുക അവരുടെ ഈ പറയുന്ന 3 പില്ലേഴ്സ് ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ടോപ്പിക്കുമായിട്ട് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.